നാളുകൾക്ക് ശേഷം ഞാനും എസ്.പി മാത്രമായിട്ട് ഒരു ട്രിപ്പ് പോവുക. വി ആർ ഗോയിങ് ടു മൂന്നാർ. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് എൻ്റെ മുഖത്ത് കാണുന്നത്. സോ ഞങ്ങൾ കുറേ പാട്ടൊക്കെ വെച്ച് ഒരു 9:30 ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങി. ബട്ട് പയ്യെ പോയത്, ഞങ്ങൾ ടൈമൊക്കെ എടുത്ത് പയ്യെ ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാനാണ് ഞങ്ങളുടെ പ്ലാൻ. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങൾ നേരെ ഒരു ചായക്കടയിലെത്തി. അവിടെ ചെന്ന് 2 ചായ ഓർഡർ ചെയ്തിട്ട് അവിടെയുള്ളൊരു ഊഞ്ഞാലിൽ കയറി ഞങ്ങൾ ഊഞ്ഞാലവിടെ വയ്ക്കുകയാണ്. പിന്നെ ഞങ്ങളുടെ റിസോർട്ടിലെത്തി. തുളസി വില്ലേജ് റിട്രീറ്റ്. ഞങ്ങളൊരു കൊക്കൂൺ ടൈപ്പ് ഓഫ് ഒരു റിസോർട്ട്, ഒരു റൂമാണ് എടുത്തിരുന്നത്. ആൻഡ് ആക്ച്വലി നല്ലൊരു വൈബായിരുന്നു. ഞങ്ങൾക്ക് വന്നപ്പോൾ തന്നെ ഭയങ്കര ചൂടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു മൂന്നാർ വന്ന് തണുപ്പൊക്കെ കൊള്ളാൻ വന്നതൊക്കെ വെറുതെയാന്ന് വിചാരിച്ചു. പക്ഷെ അടിപൊളി വ്യൂ ആയിരുന്നു ഞങ്ങളുടെ റൂമിൽ നിന്ന്. ആൻഡ് ഞങ്ങളുടെ റൂമിൻ്റെ താഴോട്ടും ഞങ്ങൾക്ക് ഒരു സ്പേസ് ഉണ്ടായിരുന്നു. അത് ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനൊരു നെറ്റ് ഏരിയ, അവിടെ നിന്ന് നമുക്ക് നല്ല വ്യൂ ഒക്കെ കാണാം. ആൻഡ് ഓൾസോ ഒരു ബെഡ്റൂം അവൈലബിൾ ആയിരുന്നു. സോ ആക്ച്വലി ഫാമിലി ആയിട്ടൊക്കെ വരുന്നവർക്ക് എടുക്കാവുന്ന പറ്റിയ നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്പേസാണ്. ചൂടായിരുന്നു. എനിക്കും എസ്.പിക്കും ഭയങ്കര ഒരു ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. വന്നപ്പോൾ തന്നെ ഭയങ്കര ചൂടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെയുള്ള നെറ്റ് കയറി കുറച്ച് ട്രൈ ഒക്കെ ചെയ്ത് നോക്കി. എനിക്ക് പേടിയായിരുന്നു ഇത് പൊട്ടി താഴെ വീഴുമെന്ന്. പക്ഷേ കുഴപ്പമില്ല. ലഞ്ച് ഞങ്ങൾ ഉച്ചയ്ക്ക് എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാൻ വിചാരിച്ചിട്ട് ചിക്കൻ ഫ്രൈ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ബ്രെഡും അതാണ് കഴിച്ചത്. പക്ഷേ ഞാൻ ട്രാവൽ ചെയ്ത് വന്നതിൻ്റെ ചൂടിൻ്റെ ആണെന്ന് തോന്നുന്നത്. എനിക്ക് തലവേദന എടുത്തിട്ട് ഞാൻ കുറച്ച് നേരം കിടന്നു. പിന്നെ ഞാൻ എണീക്കുന്നത് മഴയുടെ സൗണ്ട് കേട്ടിട്ടാണ്. ഐ വാസ് സോ എക്സൈറ്റഡ്. ഞാൻ മൂന്നാറിൽ വന്നിട്ട് അത്ര നല്ലൊരു മഴ പെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. ആക്ച്വലി ഞാൻ ആ മഴയത്ത് ഇറങ്ങി നല്ലോണം കുളിച്ചു. എന്നിട്ട് ഞങ്ങളൊരു ചായ ഓർഡർ ചെയ്ത് ഞാനും എസ്.പിയും കൂടെ ആ വ്യൂ ഒക്കെ കണ്ട്. അപ്പോഴത്തേക്കും നല്ല തണുപ്പായി, കോടയൊക്കെ ഇറങ്ങി നല്ല ഹാപ്പി ആയിട്ടിരുന്നൊരു ചായ കുടിക്കുക. ആകെ ഒരു ഡിസപ്പോയിൻമെൻ്റ് ഉണ്ടായ ചായയുടെ കൂടെ കടിയൊന്നും ഉണ്ടായിരുന്നില്ല. യൂഷ്വലി ഇങ്ങനെ ട്രിപ്പൊക്കെ പോകുമ്പോൾ കൂടെ എന്തെങ്കിലും കഴിക്കാനും ഇഷ്ടമാണല്ലോ. അപ്പോൾ ചായ മാത്രം ഉണ്ടായപ്പോൾ ഒരു എന്തോ പോലെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ കുളിച്ച് റെഡിയായി നമുക്ക് പുറത്ത് പോകാം, പുറത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു വാക്കും ആവും. അടുത്ത ഏതെങ്കിലും ഒരു കടയിൽ പോയി എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം ആ ഒരു ഏരിയയിൽ വലിയ രീതിയിൽ കടകളൊന്നും ഉണ്ടായിരുന്നില്ല. ഹായ് ഗൈസ്, വി ആർ ഗോയിങ് ഫോർ എ വാക്ക്. സ്നാക്സ് കിട്ടുമെന്ന് നോക്കാൻ പോവുകയാണ്. അപ്പോൾ അടുത്തുള്ള കട അതായിരുന്നു. ആ കടയിൽ എന്തെങ്കിലും കിട്ടുമോ നോക്കാൻ വേണ്ടി ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതായിരുന്നു. ആ ഒന്നും ഉണ്ടായിരുന്നില്ല ഗൈസ്. ദാറ്റ് ഇസ് കൊക്കോ ഗൈസ്, ഇറ്റ്സ് കൊക്കോ. എസ്.പി ആരുടെയോ പറമ്പിൽ നിന്ന് പറിക്കുന്നു, വിച്ച് ഇസ് നോട്ട് അലൗഡ്. വേഗം പറിക്കാരോ വരുന്നു. ഈ കടയിലെത്തിയിരിക്കുന്നു ഗൈസ്. എസ്.പി ഈസ് ഈറ്റിംഗ് ഉള്ളിവട അല്ലത്, എന്നത്തെ ചായ. ഇതിനു വേണ്ടി മാത്രമാണ് ഞാൻ മൂന്നാറിൽ വരുന്നത്. ഈവനിങ് ആയപ്പോൾ നല്ലൊരു ക്ലൈമറ്റും നല്ലൊരു കോസി ആയിരുന്നു. ആൻഡ് റിസോർട്ടിലാണെങ്കിലും ഭയങ്കര ലൈറ്റൊക്കെ ഇട്ട് ഇറ്റ് വാസ് വെരി നൈസ്. ഞങ്ങൾ കുറച്ച് പാട്ടൊക്കെ കേട്ട് തണുപ്പൊക്കെ കൊണ്ട് കുറച്ച് നേരം എൻജോയ് ചെയ്തിരുന്നു. അപ്പോഴത്തേക്കുമായിരുന്നു ഞങ്ങളുടെ ഫുഡ് എത്തിയത്. ഞങ്ങൾ ഫ്രൈഡ് റൈസും ബട്ടർ ചിക്കനും ഒരു ചിക്കൻ 65 ആണ് ഓർഡർ ചെയ്തത്. പിന്നെ ഞങ്ങളൊരു മൂവിയൊക്കെ കണ്ട് കിടന്ന് ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ നല്ലൊരു വ്യൂ ഒക്കെ കണ്ട് കുറേ കിളികളുടെ സൗണ്ടൊക്കെ കേട്ടിട്ടാട്ടോ ഞങ്ങൾ എണീറ്റത്. ലെറ്റ്സ് ഗോ ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൽ കുറേ ഓപ്ഷൻസ് ഉണ്ടാവുമെന്ന് വിചാരിച്ച് പോയിട്ട് പുട്ടും കടലയും മാത്രം കണ്ടപ്പോൾ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല, തീർന്നതെടുത്തു.
പിന്നെ 11 ആയപ്പോഴത്തേക്കും ചെക്കൗട്ട് ടൈം ആയിരുന്നു. അങ്ങനെ റെഡിയായി ഞങ്ങൾ വേഗം തന്നെ ഇറങ്ങാൻ തീരുമാനിച്ചു. കാരണം 12 വേറെ ഗസ്റ്റ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞവർ. സോ 11 ആയപ്പോഴത്തേക്കും ഞങ്ങൾ റിസോർട്ടിൽ നിന്ന് ഇറങ്ങി. യെസ്. അത് കഴിഞ്ഞ് ഒരു 1:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ കൊച്ചിയിലെത്തി. അപ്പോൾ എനിക്ക് പാർലറിൽ പോകാനുണ്ടായിരുന്നു, ത്രെഡ് ചെയ്യാനും. പിന്നെ എൻ്റെ ഫ്രണ്ടിലെ മുടി കുറച്ച് ഞാൻ എപ്പോഴും ബൊട്ടോക്സ് ചെയ്യാറുണ്ട്, അതും ചെയ്യാൻ വേണ്ടി പോയി. സോ അതൊക്കെ ചെയ്ത് ഞാൻ എന്നിട്ട് നേരെ എൻ്റെ വീട്ടിലോട്ടാണ് പോയത്. സോ അസ്പിയുടെ ഫ്രണ്ട്സ് വരുന്നുണ്ട്. സോ ദേ ഹാവ് ഇൻവൈറ്റഡ് us ഫോർ എ ഡിന്നർ. അതിന് പോകാൻ പോവാ. ഞാൻ ഇപ്പോൾ എൻ്റെ വീട്ടിലാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ഡ്രസ്സപ്പ് ചെയ്തു. അസ്പി ഇപ്പം തന്നെ വരും. ദിസ് ഈസ് മൈ ഔട്ട്ഫിറ്റ്. ചുമ്മാ ചിൽ ഒരു ടോപ്പാണ്. ഓക്കെ, ബൈ. ഫസ്റ്റ് ഞങ്ങൾ പോയത് ബീഫ് ബ്രിസ്ക്കറ്റ് കിട്ടുന്ന സ്മോക്ക് കൾച്ചർ ബൈ സ്റ്റീവ് എന്ന് പറഞ്ഞൊരു ബാർബിക്യൂ റെസ്റ്റോറൻറ്റിലാണ് പോയത്. സ്നാക്കിംഗ് പോലെ പോയതാണ്. അതിനുശേഷം ഞങ്ങൾ പോയത് ബീറ്റ് ബോക്സ് സ്റ്റേഡിയത്തിലുള്ളത്, അവിടെ പോയിട്ടുള്ള അവരുടെ ഫേമസ് ഷവായി കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഹണി കേക്കിലോട്ടാണ്. അവിടെ ഞങ്ങളുടെ കൂടെ ഉണ്ടായ ഒരു ഫ്രണ്ടിൻ്റെ വൈഫിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. സോ അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് ഞങ്ങൾ കഴിച്ച്. ആൻഡ് ദാറ്റ് വാസ് അവർ നൈറ്റ്.